പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചനം നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, അവൻ ശക്തിയെ പുതുക്കും. സ്തോത്രം. നമുക്ക് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഒരു 27-ാം തൊട്ട് വാക്യം നമുക്ക് താപ്പോട് വായിക്കുമ്പോൾ, എന്നാൽ യഹോവയ്ക്ക് വഴി മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം ദൈവം കാണാതെ പോയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത്? നോക്കുക, ഇവിടെ പറയുകയാണ് എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴികൾ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതുണ്ടോ? അല്ല, ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ് എന്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുന്നുവെന്ന്, എന്റെ ന്യായം ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു. അല്ലല്ലേ, ഇവിടെ പറയുകയാണ് കഷ്ടങ്ങളിലായിരിക്കുന്ന സങ്കടകരമായ അവസ്ഥയിലായിരിക്കുന്ന പ്രവാസിലായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറയുകയാണ് എന്റെ വഴി യഹോവയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട വഴിയുണ്ട്. ജീവിതത്തിൽ വിടുതൽ ലഭിക്കണം, സ്വസ്ഥത ലഭിക്കണം, സമാധാനം ചെയ്യുന്ന പ്രതിയം ആ വഴി മറഞ്ഞിരിക്കുന്നു. അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വഴി തുറക്കാൻ ദൈവം എന്ത് ചെയ്യാം? മറന്നു പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്റെ ന്യായം ദൈവം കാണാതെ പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ന്യായമുണ്ട് അല്ലെ? പക്ഷെ എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതം ന്യായമുണ്ട്. നമ്മൾ നീതിയോട് ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ന്യായം ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ് എന്റെ ദൈവം എന്റെ ന്യായം കാണാതെ, എനിക്ക് ലഭിക്കേണ്ട ന്യായമുണ്ട്, എനിക്ക് ഹല്ലേലൂയ ഇന്ന പ്രവൃത്തികൾ എനിക്കെതിരായി ശത്രു നിൽക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ ഭാഗത്താണ് ന്യായം. ഒരുപക്ഷെ ന്യായം ജീവിതത്തിൽ ഉണ്ടായിട്ടും പലപ്പോഴും ഹല്ലേലൂയ തിന്മയിലൂടെയും കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. ഇവിടെ യാക്കോബെ നീ ഇങ്ങനെ പറയുകയും ഇസ്രായേൽ നീ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നതാ. ഇസ്രായേലിന്റെ ഹല്ലേലൂയ, നമുക്ക് യാക്കോബ് എന്ന് പറഞ്ഞ ഇസ്രായേലാണ്. ഇസ്രായേൽ യാക്കോബിന്റെ പേര് മാറി ഇസ്രായേൽ എന്നാകുന്ന ദൈവം ആലോചന കൊടുത്തു. അതും പ്രകാരം യാക്കോബിന്റെ ഹല്ലേലൂയ പേര് മാറുകയൊക്കെ ചെയ്തു. എന്നാൽ യാക്കോബും ഇസ്രായേലും പറയുകയാണ് അല്ലെങ്കിൽ എന്റെ വഴി യഹോവയ്ക്ക് എന്തിയാ മറഞ്ഞു. ഇന്ന് ഇസ്രായേൽ ജനം മുഴുവൻ എന്തിയാ പ്രവാസികളായി അടിമത്തത്തിലായി അശൂർ എന്ന് പറയുന്ന വലിയൊരു ജാതിക്ക് ഇവർ അടിമകളായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം പറയുകയാണ് ഞങ്ങളുടെ ന്യായവും ഞങ്ങളുടെ വഴിയും ദൈവം എന്തിയാ മറന്നുപോയി, ഞങ്ങളെ എന്തിയാ ഞങ്ങൾക്കൊരു വിടുതൽ നൽകാൻ കഴിയാതെ വണ്ണം കർത്താവ് ഞങ്ങളെ മറന്നു പോയിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ് യെശയ്യാ പ്രവാചകൻ ഈ ജനത്തോട് പറയുന്നു, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല, അവന്റെ ബുദ്ധി അപ്രേമത്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ല, അവൻ തളർന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നിത്യദൈവമാണ്. അവനാണ് ഈ ഭൂമിയെ നിർമ്മിച്ചത്, ഇതിലുള്ള സകലത്തെ നിർമ്മിച്ചത്. അവന്റെ ബുദ്ധിയെ ഒരു മനുഷ്യനും അണക്കുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് 29-ാം വാക്യം പറയാം, യഹോവ ക്ഷീണിച്ചിരിക്കുന്ന ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം നൽകുന്നു. നോക്ക, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകളിൽ ശക്തി നൽകുന്ന ഒരു ദൈവം, ബലമില്ലാത്തവന് ബലം നൽകുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നോക്കുക, അതിന്റെ 31-ാം വാക്യം നാം വായിച്ചത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടച്ചു കയറും, അവർ തളർന്നു പോകുകയോ ക്ഷീണിച്ചു പോകുകയോ ചെയ്യുകയില്ല എന്ന് പറയുക. അല്ലെ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി എന്ത് ചെയ്യുക, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ. ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. അല്ലെ, ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭൂമി രണ്ടു തരം മനുഷ്യരുണ്ട്. ഒന്ന് ദൈവത്തെ ആശ്രയിക്കുന്നു പറഞ്ഞിട്ട് അവരുടെ ജഡത്തിൽ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യർ. രണ്ട്, യഹോവയായ ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്ന സത്യ നമസ്കാരികൾ. ഈ രണ്ട് വ്യക്തികളും ഈ ലോകത്തിൻ്റെതായ സകല അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഈ അവസ്ഥ, ഈ രണ്ട് ജനത്തിനും എന്ത് ചെയ്യാ കഷ്ടതകളുണ്ട്, അല്ലെ വേദനകളുണ്ട്. എന്നാൽ കഷ്ടതയിൽ ജനിച്ച് കഷ്ടതയിൽ തന്നെ മരിക്കുന്ന വ്യക്തികളുണ്ട്.
അത് ഈ ലോക മനുഷ്യരാണ്. എന്നാൽ കഷ്ടതയിൽ അല്ലെങ്കിൽ ഒരു പക്ഷെ ജീവിക്കുകയും കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന ദൈവജനമാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഹല്ലേലൂയ നമുക്കറിയാലോ, ഈ ലോകത്തില് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹല്ലേലൂയ മരുന്ന് കഴിച്ചു. ഈ മരുന്ന് കഴിച്ച് സൗഖ്യം പ്രാപിക്കാൻ മരുന്ന് കഴിച്ചല്ലോ, എനിക്ക് ഇനി സൗഖ്യം ഉണ്ടാകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതായത് അവരുടെ ഈ ലോകത്തിന്റെ ബലത്തിലും ഈ ലോകത്തിൽ എന്തെങ്കിലും ആശ്വസിക്കുന്നതില് ആശ്വാസം. എന്നാൽ ദൈവമക്കള് ഇവിടെ പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ മക്കളാണ് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ പുതുക്കും. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയത്, ഏത് ജീവിതത്തിന്റെ ഹല്ലേലൂയ അവസ്ഥയിലാണ് നിങ്ങൾ ക്ഷീണിച്ചു പോയത്, ആ ഒരു മേഖലകളിൽ ദൈവം നിങ്ങളെ ഹല്ലേലൂയ പുറത്ത് കൊണ്ടുവരും. നിങ്ങൾക്ക് പഴയ ജീവിതത്തിന്റെ ആ ലെവലിലേക്ക് ദൈവം പഴയതിലേക്ക് അല്ലെങ്കിൽ പുതിയ തലങ്ങളിലേക്ക് പുതിയ ശക്തിയിലേക്ക് പുതുക്കുന്ന ദൈവം നൽകുവാനിടയായി. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറി. നമുക്കറിയാം ആകാശത്തേക്ക് നോക്കുക, കഴുകനെ കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നൊരു പക്ഷിയാണ് കഴുകൻ. അപ്പൊ ആ കഴുകന്റെ ക്ഷീണിച്ചു പോയി ഭൂമിയിലേക്ക് വരും. അന്ന് ഈ കഴുകന്റെ കണ്ണുകൾ എത്ര ആകാശ ഉയരത്തിലാണെങ്കിലും അവന്റെ കണ്ണുകൾ ഭൂമിയിൽ കിടക്കുന്ന ചെറിയ കാര്യം പോലും കാണുവാൻ കഴിയും. അത്രമാത്രം കണ്ണിന് ഭയങ്കരമായ കാഴ്ചയുള്ളൊരു പക്ഷിയാണ് കഴുകൻ എന്ന് പറഞ്ഞാൽ. ഈ കഴുകന് മുകളിൽ പറക്കുവാൻ എന്ത് ചെയ്യത്തില്ല, ഒരു പക്ഷികൾക്കും കഴിയത്തില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നാലും നാം ദൈവത്തിന്റെ സന്നിധി കഴുകന്മാരാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾ കഴുകന്മാരാണ്. നമുക്ക് ഒരു പ്രശ്നങ്ങൾ നാം വീണ് പോയാലും അവിടെ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമുണ്ട്. ഒരു പ്രശ്നങ്ങളിൽ നാം പ്രയാസപ്പെട്ട് നമ്മളായിരുന്നാലും അല്ലല്ലോ അടുത്ത സമയത്ത് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന നമ്മെ ഉയരത്തിലേക്ക് പറത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവ പൈതലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശക്തിയെ പുതുക്കും. ദൈവ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലോചന, ദൈവം അങ്ങനെ ചെയ്ത് പ്രവർത്തിക്കണം, എനിക്ക് മാനുഷികമായി ഒന്നും വേണ്ട, ഞാൻ ലോകത്തിലെ ഒന്നും ആശ്രയിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ ശക്തിയെ പുതുക്കും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് നശിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. നിങ്ങൾ ശക്തിയെ പുതുക്കുവാനിടയാം. അവർ കഴുകന്മാരെ മറ്റുള്ളവർ പറക്കുന്നതിനേക്കാൾ ഉയരത്തിൽ കഴുകനെ അവിടെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഴുകനെ കുറിച്ച് അവിടെ കഴുകനെ പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവ പൈതൽ എന്ത് ചെയ്യുക, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും. നോക്കുക, തളർന്നു പോകത്തില്ല. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യുക, തളർന്നു പോകത്തില്ല, അവർ ക്ഷീണിച്ച് പോകത്തില്ല. ഹല്ലേലൂയ, ഇന്നത്തെ കഷ്ടങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം മാറും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. നിന്റെ വായിക്കവൻ നന്മ കൊണ്ട് എന്ത് ചെയ്യുക, തൃപ്തി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹബക്കൂക്ക് പ്രവാചന പുസ്തകം പറയുന്നത്, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റിയാലും അത് വരും നിശ്ചയമാണ്. പ്രിയപ്പെട്ടവരെ, സമയം തെറ്റിയാലും ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലഭിച്ചില്ലെന്ന് വരും, പക്ഷെ സമയം തെറ്റിയാലും അത് നിങ്ങളുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ ആരെയാണോ കാത്തിരിക്കുന്നത് ആ ദൈവം നിങ്ങളെ രക്ഷിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ നൽകുക, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിന്നെ കാത്തിരിക്കും, ഒരുത്തിനും ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ കർത്താവ് അനുമതി. അതുകൊണ്ട് പറയാനാ ഹല്ലേലൂയ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് യഹോവയെ കാത്തിരിക്കുന്ന എന്ത് ശക്തിയെ പുതുക്കും. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും നിങ്ങളുടെ ന്യായം ഒരുപക്ഷെ ഹല്ലേലൂയ മറന്നു പോയാലും, നിങ്ങളുടെ ന്യായം ഒരുപക്ഷെ മനുഷ്യർ കാണാതെ പോയാലും നിങ്ങളുടെ ന്യായം കാണുന്ന ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് കഷ്ടങ്ങളിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വേദനയിലും ദൈവത്തെ മുറുകെ പിടിക്കുക, വിശ്വാസം ഉറച്ചു നിൽക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. കർത്താവ് നമ്മെ വചനങ്ങളാൽ സഹായിക്കട്ടെ. ആമേൻ.